അടുത്തൊരു പോസിബിൾ കോസ് എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. അന്നേരം വളരെ സബ് ക്ലിനിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് സബ് ക്ലിനിക്കലായിട്ടുള്ള അല്ലെ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻസും അതേപോലെ എപ്സ്റ്റീൻ ബാർ വൈറസ് പോലെയുള്ള വൈറസുകളുടെ ഇൻഫെക്ഷനും ഓട്ടോഇമ്മ്യൂണിറ്റിക്ക് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസുകളാണ്. അതിനുദാഹരണത്തിന് ലൈക്ക് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിലെ ഇംബാലൻസോ അല്ലെങ്കിൽ ഇൻസുലിൻ പോലെയുള്ള ഹോർമോണുകളുടെ ഇംബാലൻസോ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഇംബാലൻസോ ഒക്കെ എന്താ പറയുക ഓട്ടോഇമ്മ്യൂണിറ്റിക്ക് ട്രിഗറായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ഒരു റൂട്ട് കോസായിട്ടും വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രശ്നമുള്ളത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആയിരിക്കാം. എഗെയിൻ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനത്തിന് വിറ്റമിൻ ഡിയും അല്ലെങ്കിൽ സിങ്കും സെലീനിയം പോലെയുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമാണ്. അന്നേരം ആ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത് നമ്മളുടെ ഡേ ടു ഡേ ഭക്ഷണത്തിൽ നിന്നാണ്. പക്ഷേ ആ ഒരു ന്യൂട്രിയൻസ് നമുക്ക് നമ്മുടെ ഫുഡിൽ നിന്ന് ഡേ ടു ഡേ ബേസിസിൽ കിട്ടുന്നില്ല എങ്കിൽ അതും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ നടക്കാത്ത ഒരു സിറ്റുവേഷന് കാരണമാകുന്നു. അതുകൊണ്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ഒരു ഓട്ടോമാറ്റിക് ഒരു റൂട്ട് കോസായിട്ട് മാറാം. അന്നേരം നമ്മൾ നാച്ചുറോപ്പതിയിലും ഫംഗ്ഷൻ മെഡിസിനും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യൻറ്റിൻ്റെയും എന്താണ് പോസിബിൾ റൂട്ട് കോസസ് എന്ന് കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ചെയ്യുന്നത്.